സെപ്റ്റംബർ മാസത്തിൽ തുടർച്ചയായി പി വി അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾ, അതിനുശേഷം അദ്ദേഹം നടത്തിയ നിലമ്പൂരിൽ നടത്തിയ പൊതുയോഗം, അതിനുശേഷം കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയ പൊതുയോഗം, ഇതൊക്കെ ഇതുപോലെ തന്നെ വലിയ ഹൈപ്പിലായിരുന്നു. ടെലിവിഷനുകൾ മുഴുവൻ സമയവും തത്സമയം സംപ്രേഷണം ചെയ്യുകയായിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ കാര്യം നമുക്കറിയാമല്ലോ. പി വി അൻവർ എന്ന വ്യക്തിക്ക് സ്വന്തം നിലയ്ക്ക് എന്ത് ഇമ്പാക്റ്റാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിയുക എന്ന് മാത്രമല്ല, നിലമ്പൂർ കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗതമായ സീറ്റാണ്. അവിടെ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ജയിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 2 തവണയാണ് കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ഇപ്പൊ മലപ്പുറം ജില്ല UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെന്ന് പറയുമ്പോഴും അവിടെ കോൺഗ്രസിന് ഒരൊറ്റ സിറ്റിംഗ് സീറ്റേ ഉള്ളൂ, വണ്ടൂര് മാത്രം. ബാക്കിയുള്ള നിലമ്പൂര്, അതുപോലെ തന്നെ തവനൂര്, പൊന്നാനി, ഇത് 3 ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ്. അപ്പൊ കോൺഗ്രസിന് അടുത്ത തവണ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റിലേക്ക് പുതിയൊരു അവകാശി കൂടി വരിക, UDFിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യമാണോ? അല്ല, ഇവിടെ ഇപ്പോൾ വിഷയം, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പി വി അൻവറിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ UDFിലേക്ക് അദ്ദേഹം കടന്നു വന്നാൽ UDFിന് എന്ത് സംഭവിക്കും എന്നുള്ള ചർച്ചയൊന്നുമല്ല. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് UDF എത്തിയിട്ടുമില്ല. കാരണം അത് ഞങ്ങളുടെ നേതാക്കന്മാർ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇടപെടുന്ന വിഷയമെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് കിട്ടേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കപ്പെട്ടില്ല. തനിക്കെതിരായി പറയുന്ന ആരെയും ഈ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലം വരെ പി വി അൻവർ അഡ്രസ്സ് ചെയ്ത പല വിഷയങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും ഒക്കെ പല ഘട്ടങ്ങളിലായി ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകളുടെ തോത് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ക്രിമിനൽ ഹബ്ബാക്കി ഈ ജില്ലയെ മാറ്റാനുള്ള ചില കുൽസിത ശ്രമങ്ങൾ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നു എന്ന് അന്ന് ഞങ്ങൾ സൂചിപ്പിച്ച കാര്യമാണ് പി വി അൻവർ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം പറയുന്നതിന് ഏറെക്കുറെ സത്യമാകുന്ന വിധം പിന്നീടുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ഉണ്ടാവുകയാണ്. ഉദാഹരണമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി നടത്തിയ പത്രസമ്മേളനം, ഇവിടുത്തെ സ്വർണ്ണക്കടത്തും ഹവാല പണവും രാജ്യദ്രോഹത്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം, അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചു വന്നത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന വിജയരാഘവൻ്റെ കണ്ടെത്തൽ, മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സാധാരണ ജനങ്ങൾ അവരുടെ സ്വന്തമായി നടത്തുന്ന വ്യായാമ മുറകൾക്ക് പോലും ഒരു വർഗീയതയുടെ മാനം നൽകാൻ ഒരു ജില്ലാ സെക്രട്ടറി ശ്രമിച്ചത്, അത് കഴിഞ്ഞ് മലപ്പുറം ജില്ല തന്നെ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് വേണ്ടി വാദിച്ചവരായിരുന്നു എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് പാലോടിയെപ്പോലെയുള്ള ഒരാളുടെ പ്രസ്താവന, ഇതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ മലപ്പുറം ജില്ല എത്തിച്ചിരിക്കുകയാണ്. കാരണം മലപ്പുറം ജില്ല ഇന്ന് ജന്മമെടുത്തിട്ടില്ല. സമാനമായ നിലപാട് പറയുന്ന പി വി അൻവർ മുസ്ലിം ലീഗിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന് സമാനമായ നിലപാട് പറയുന്ന പി വി അൻവറിനെ അപ്പോ നീക്കി നിർത്താൻ കഴിയില്ലല്ലോ, ഒഴിവാക്കി നിർത്താൻ കഴിയില്ലല്ലോ. അൻവർ പണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ DNA ചോദ്യം ചെയ്തിട്ടുണ്ടാവും. VD സതീശനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവും. അത് പഴയ കഥ. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് പോലെ ലീഗ് പറയുന്നതും അൻവർ പറയുന്നതും ഒന്നാണെങ്കിൽ അൻവറിനെ ഇനിയിപ്പോ ദൂരേക്ക് നീക്കി നിർത്തേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായും ഒരു മുന്നണി കെട്ടുറപ്പോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയമുണ്ടാക്കിയ ഒരു മുന്നണിയാണ്. അതിനുശേഷം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മലപ്പുറം ജില്ലയിലടക്കം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം നടത്തി. ജില്ലാ പഞ്ചായത്തിലൊക്കെ കഴിഞ്ഞ തവണ 1000 വോട്ടിന് ജയിച്ചെടുത്ത 8000 വോട്ടിനാണ് ഇത്തവണ ഞങ്ങൾ വിജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും UDF നല്ല രാഷ്ട്രീയമായി ഇതിനെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. LDF ആകട്ടെ ജനവിരുദ്ധ നയങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് അനുദിനം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരിക്കലും തന്നെ തൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെ അക്രമത്തിലൂടെ അടിച്ചൊതുക്കി കള്ളക്കേസിൽ കുടുക്കി ആ ഒരു രീതിയിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ആവിഷ്കരിക്കുന്ന അതേ പതിപ്പായി കേരളത്തിൽ മുഖ്യമന്ത്രി മാറിക്കൂടാ എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അത് പി വി അൻവർ ആയാലും ശരി, ആരായാലും ശരി, ആ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. ആ നിലപാടിൽ ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയുണ്ടാകും. ഒരാൾക്കും കേരളത്തിലെ ഒരു ജനപ്രതിനിധിക്കും അത്തരം ഒരു അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത്.
അത് ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ആരെങ്കിലും പെട്ടെന്ന് മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നോ പാർട്ടിയിൽ ചേരണമെന്നോ എന്നുള്ള ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയല്ല. അതൊക്കെ പാർട്ടികൾ എടുക്കേണ്ട, മുന്നണി എടുക്കേണ്ട അതത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അത് ആലോചനയ്ക്ക് ശേഷം ഏതാണ് അനുകൂലമായി വരുന്നത്, ആ അനുകൂലമായ തീരുമാനം പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും കൈക്കൊള്ളും. അതേ മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിലുള്ളൂ. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം.